ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തില് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 2 വരെയും 11 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങളിൽ മഗ്ദലേന മറിയം യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന സുവിശേഷമാണ്. നീയും ഞാനുമൊക്കെ കരയാറുണ്ട്. കരയാൻ പലർക്കും പലതാണല്ലോ കാരണങ്ങൾ. ഇന്ന് തിരുസഭ മേരി മഗ്ദലേനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മഗ്ദലേന എന്ന പേരിന് ഹീബ്രുവിൽ അർത്ഥം ടവർ അഥവാ ഗോപുരം എന്നാണ്. മറ്റൊരർത്ഥം ടു ബിക്കം സ്ട്രോങ് അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നാണ്, ശക്തിയായി തീരുക. തൻ്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ശക്തി തെളിച്ച ഒരു വിശുദ്ധയാണ് മഗ്ദലേന മറിയം. അതിരാവിലെ ക്രിസ്തുവിനെ തേടി ഓടുന്ന സ്ത്രീ, അവളുടെ പേരാണ് മഗ്ദലേന മറിയം. എഴുന്നേറ്റ ഉടനെ കർത്താവിനെ വേണം, കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീ. മഗ്ദലേന മറിയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്നത് പാപിനിയായ സ്ത്രീ എന്നാണ്. എന്നാൽ തന്നിലെ പഴയ മനുഷ്യനെ എടുത്തു മാറ്റി പുതിയ മനുഷ്യനെ നിറച്ച ഒരു സ്ത്രീയാണ് മഗ്ദലേന മറിയം. എന്നിലും നിന്നിലുമുണ്ട് പഴയ മനുഷ്യൻ, ആയിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആയിരുന്ന മനുഷ്യൻ. നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് മാറേണ്ടവരല്ലേ? അത് കാണിച്ചു തരുന്നുണ്ട് മറിയം മഗ്ദലേന തൻ്റെ ജീവിതത്തിലൂടെ. ഇന്നത്തെ സുവിശേഷത്തില് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 2 വരെയും 11 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങളിൽ മഗ്ദലേന മറിയം യേശുവുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന സുവിശേഷമാണ്. ഞാൻ തുടക്കം പറഞ്ഞു വെച്ചു, കരയാൻ പലർക്കും പല കാരണങ്ങളാണ്. മഗ്ദലേന മറിയം കരഞ്ഞത് എന്തിനു വേണ്ടി? തൻ്റെ കർത്താവിനെ ആരെ എടുത്തുകൊണ്ടുപോയി എന്നതിനെ കുറിച്ചായിരുന്നു മഗ്ദലേന മറിയത്തിന്റെ ഹൃദയം വിങ്ങിയതും കരഞ്ഞതും. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചോദിക്കാം, എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തേങ്ങാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഞാൻ കർത്താവിനെ തേടി പുറപ്പെടുന്നത്? പഴയ മനുഷ്യനെ എടുത്തു മാറ്റി പുതിയൊരു മനുഷ്യനെ നിറയ്ക്കുവാൻ മഗ്ദലേന മറിയത്തെ പോലെ നമുക്കും സാധിക്കട്ടെ. ആമേൻ.